അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ കാര്യമായിട്ട് പറയാനുള്ള നിഫ്റ്റിയുടെ ടാർഗറ്റ് ഈ മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന 25,521 ഓഗസ്റ്റ് മാസത്തിൽ. കഴിഞ്ഞ മാസം 572 ജൂലൈ മാസത്തിൽ. ഈ മാസം അത് കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ആഴ്ച തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് ഫർദർ എന്ത് ചെയ്യും, ഒരു കൺസോൾട്ടേഷനിൽ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബെൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബിർള സോഫ്റ്റ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ദെൻ അദാനി പവർ, അങ്ങനെ കുറച്ചധികം സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഷങ്കായ് കമ്പോസിറ്റും കോസ്പിയും മാത്രമാണ് ഗ്രീനിലുള്ളത്. ബാക്കി മൂന്നെണ്ണവും റെഡിലാണ്. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 25,088 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 125,158. അതായത് 70 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. അവിടെ നിന്ന് മാർക്കറ്റ് നേരെ 25,097, അതായത് എവിടെയാണോ ഓപ്പൺ ആയത് ഓൾമോസ്റ്റ് ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും മാർക്കറ്റ് ഇപ്പോൾ മുകളിലാണ്. പക്ഷേ ഇന്നത്തെ ഓപ്പണിംഗ് വെച്ച് നോക്കുമ്പോൾ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സോ നോക്കുക എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എങ്ങോട്ടാണ് പോകുന്നത്. ഈ രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണോ കിട്ടുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഓൾ റൈറ്റ്. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA ഫെഡ് പ്രസ് കോൺഫറൻസ്, ബ്രസീൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഓസ്ട്രേലിയ കോർ ലോജിക് ഡ്വെല്ലിംഗ് പ്രൈസ് മന്ത് ഓൺ മന്ത്, ജപ്പാൻ ജിബൂൻ ബാങ്ക് മാനുഫാക്ചറിംഗ് PMI, ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ്, ചൈന കേസ് ഇൻ മാനുഫാക്ചറിംഗ് PMI. ഇത്രയും ഇവൻറ്റുകളാണ് വരാനുള്ളത്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ 300-400 കമ്പനികളോളം ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഏതാനും കമ്പനികൾ ഞാൻ വായിക്കാം. സൺഫാർമ, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ടാറ്റ മോട്ടോഴ്സ്, വെൽസ്പൺ എൻ്റർപ്രൈസസ്, സൊമാറ്റോ, സുന്ദരം ഫിനാൻസ്, വൈഭവ് ഗ്ലോബൽ, സോമനി സെറാമിക്സ്, TV ടുഡേ, അരവിന്ദ് ഫാഷൻസ്, ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി, എസ്കോട്ട്സ്, കുബോട്ട, ദാബർ ഇന്ത്യ, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, അദാനി എൻ്റർപ്രൈസസ്, ഗോദ്രേജ് അഗ്രോവെറ്റ്, കല്യാൺ ജ്വല്ലേഴ്സ്, ദെൻ രത്തൻ ഇന്ത്യ പവർ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പ്രത്യേകം നോക്കുക. ഒരുപാട് സൈറ്റുകളിൽ ഈ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും, മണി കൺട്രോൾ പോലുള്ള സൈറ്റുകളിൽ. അല്ലെങ്കിൽ അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഏതൊക്കെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഏതൊക്കെയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം നോക്കുക. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പം മോസ്റ്റ് പ്രോബ്ലി അതിൻ്റെ കൂടെ ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. സോ അതും കൂടി ഒന്ന് നോക്കിക്കോളൂ, എക്സ്ട്രാ ഒരു കാശ് കിട്ടുന്നൊരു കേസിലെ. ദെൻ FNO ബാനിൽ വന്നിരിക്കുന്ന ഗ്രാനൂൾസും ഇന്ത്യ സിമെൻറ്റുമാണ്. ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ 3,462 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തപ്പോൾ 3,366 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ 95 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് ഇന്നലെ നടന്നത്. അതായത് ഇന്നലെ ജൂലൈ 31 ഈ കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസത്തിൽ 28,893 കോടി രൂപയുടെ നിക്ഷേപമാണ് അല്ലെങ്കിൽ ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത്. ഇരുകൂട്ടരും ബൈയിങ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും രണ്ട് കൂട്ടരും ഇവിടെ ബൈയിങ് ആണ് ചെയ്തിട്ടുള്ളത്. ആരും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിട്ടില്ല. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,887 ഓപ്പണായിട്ട് 64 പോയിൻ്റ് പ്രോഫിറ്റിൽ 24,951 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് 505 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായി. ഇനി ഈ ഒരു മാസം, അതായത് ജൂലൈ മാസത്തിൽ 958 പോയിൻറ്റിന് ഓൾമോസ്റ്റ് 4% ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. നല്ല മുന്നേറ്റമാണ്, തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ന് നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ ഇന്ന് ഒരു മാസത്തെ ആദ്യത്തെ എക്സ്പയറി ഡേ ആണ്. സോ നോക്കാം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്ന വാല്യൂ 13.25 അതേപോലെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണ് 1.18. നമ്മുടെ മീറ്റർ ക്ലിയർലി കാണിക്കുന്നുണ്ട് ഗ്രീനിലേക്ക്, അതായത് അതൊരു ബുള്ളിഷ് മോഡാണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 25,000 92 ലക്ഷമാണ്. ഇനി ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,500 1.11, അതായത് 1,11 ലക്ഷമാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഫർദർ അപ്പ് റാലി ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കണം.
ബാങ്ക് നിഫ്റ്റി ഇന്നലെ 30 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 47 പോയിന്റ് പ്രോഫിറ്റിലാണ്. സെൻസെക്സ് 85 പോയിന്റ് പ്രോഫിറ്റിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 42 പോയിന്റ് പ്രോഫിറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇന്നലെ കിട്ടിയത്. ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പം നിഫ്റ്റിയുടെ ഒരു മന്ത്ലി ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ പുതിയ മാസത്തെ ചാർട്ടാണ്. ഞാൻ ആദ്യം കരുതിയത് പുതിയ ചാർട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരക്കാമെന്ന്. പക്ഷേ രണ്ടിൻ്റെയും ടാർഗറ്റിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുതിയ ചാർട്ട് വരച്ച് ചേർത്തതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മോസ്റ്റ് പ്രോബബ്ലി നല്ലൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി നിൽക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഫസ്റ്റിൽ ഇവിടെ വന്നു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പുൾ ബാക്ക് എടുത്തു, ഇവിടെ വന്നിട്ട് ഒരു ഹൈ ടച്ച് ചെയ്തു, ദെൻ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒന്നുകിൽ ഇത്രയും തന്നെ ലെവലിലേക്ക് താഴോട്ട് ഇറങ്ങി പോകാനും മതി, അതായത് ഇങ്ങനെ വരാനും മതി, അല്ലെങ്കിൽ ഇവിടുന്ന് അത്ര തന്നെ ഇവിടെ വരെ എത്ര ദൂരം ഉണ്ടായിരുന്നോ അത്ര തന്നെ മുകളിലോട്ട് കയറി പോകാനും മതി. സോ ആ ഒരു രീതിയിലുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ മാസത്തെ ഹൈ പ്രതീക്ഷിക്കുന്നത് 25,521 അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 500 പോയിന്റ് മാത്രമാണ് നിഫ്റ്റിക്ക് കയറിപ്പോകാനുള്ളത്. അത് കയറിപ്പോയി ഇവിടെ ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന അടുത്തൊരു ചോദ്യം വരും. ഒന്നുകിൽ അവിടെ കൺസോൾട്ടേഷൻ വരാം, അല്ലെങ്കിൽ റിവേഴ്സൽ വരാം, പുൾ ബാക്ക് വന്നിട്ട് പ്രീവിയസ് മന്ത് ഹൈനെ ടച്ച് ചെയ്യാം. അങ്ങനെ എന്തായാലും സംഭവ ബഹുലമായ മാസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം, മുകളിലോട്ടായാലും താഴോട്ടായാലും വൊളാറ്റൈലായിരിക്കണം മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ മൊറോവർ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോവുകയാണെങ്കിൽ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നൊരു കാര്യത്തിലും സംശയമില്ല. ഇനി നമ്മളൊരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ഹൈ പ്രതീക്ഷിക്കുന്ന 25,118 എന്ന ഒരു ലെവലിലാണ് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ. ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. മാർക്കറ്റ് കൂടുതലായും മുകളിൽ ഓപ്പണായിട്ട് താഴോട്ട് വരുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും ഇന്ന് കിട്ടുക എന്ന് പറയുന്നു. ദെൻ ഇന്നത്തെ ഡേ ഹൈ വരാനുള്ളത് 25,118 25,118 നല്ലൊരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 25,100 118 എന്ന രീതിയിൽ ഇവിടെ ഒരു റിജക്ഷൻ ഫോം ചെയ്യും. അപ്പോൾ അവിടെ വെച്ചിട്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് 25,100 ലെവലിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ, അതായത് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടില്ലേ, ആ രീതിയിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് ഫർദർ താഴോട്ട് CPR വരെ അല്ലെങ്കിൽ നോട്ടറേറ്റ് സോൺ വരെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. ഇനി ഒരു ഹയസ്റ്റ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള വാല്യൂ ആണ് യെസ്റ്റർഡേ ഹൈ എന്ന് പറയുന്നത്. 24,984 ലെവലിലാണ് ഇതുള്ളത്. അവിടെ 985 984 ലെവലിൽ ഇവിടെ ഒരു സിംഗിൾ നാരോ ആയിട്ടുള്ള ഒരു ലെവൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് കട്ട് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നോട്ടറേറ്റ് സോൺ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് CPRും നോട്ടറേറ്റ് സോണും കൂടി, അതായത് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണും കൂടി വരുന്ന 24,940 മുതൽ 24,920 വരെയുള്ള 912 വരെയുള്ള ഒരു 28 പോയിൻറ്റിൻ്റെ ഒരു സോണാണ് നമുക്ക് ഇവിടെ നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ള. വളരെ ചെറിയൊരു സോണാണ്, വലിയൊരു കുഴപ്പമൊന്നുമില്ല. CPRും അത്ര ഒരുപാട് വൈഡൊന്നും അല്ല, 10 പോയിൻറ്റിൻ്റെ മൊത്തത്തിൽ CPRൽ 20 പോയിൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സോ അതും നമുക്ക് ഈ പ്രാവശ്യം കണക്ക് കൂട്ടേണ്ട ഒരു കാര്യമാണ്. ഈ നോട്ടറേറ്റ് സോണിനകത്ത് നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കുന്നില്ല. ഇനി മാർക്കറ്റ് ഒരു ഫോളോ വരികയാണ്, അതായത് നോട്ടറേറ്റ് സോൺ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 24,856 855 എന്നുള്ള പ്രീവിയസ് ഡേ ലോയിൽ കട്ടി സപ്പോർട്ട് എടുക്കും. അവിടെ നിന്ന് ഫോളോ വരാൻ സാധ്യത വളരെ വിരളമാണ്. ഇനി ന്യൂസൊക്കെ വന്നിട്ട് ഫോളോ വരികയാണെങ്കിൽ പോലും 24,798 784 എന്നുള്ള ഈ ഒരു 14 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റ് ഉറപ്പായിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകും. ഓക്കെ, ഈ 5 സോണാണ് നിങ്ങൾ ഇന്നേക്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഔട്ട് ഓഫ് റേഞ്ച് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ സമയത്ത് എന്താണോ മാർക്കറ്റിൽ കിട്ടുന്നത് അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോളുക. 25,118 അല്ലെങ്കിൽ 24,784 രണ്ടിലേതെങ്കിലും ഒരു ലെവൽ നമുക്കിന്ന് മാർക്കറ്റ് ടച്ച് ചെയ്ത് തരും. എവിടെ നിന്ന് ഓപ്പൺ ആവുന്ന അവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പിച്ചോളുക 25,118 ടച്ച് ചെയ്യുന്നുള്ളത്. മാർക്കറ്റ് 25,118 ടച്ച് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നോട്ടറേറ്റ് സോൺ വരെയും
മാർക്കറ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് മുന്നോട്ട് പോകും. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, പുതിയൊരു മാസം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അപ്പോൾ വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.